السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാനാണ്, മതം പഠിക്കാനാണ് നമ്മൾ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നല്ല ഒരു നിയ്യത്താണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം മുഴുവനും കൂലി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വസായിലുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ആഴ്ച നമ്മളുടെ ക്ലാസ്സിൽ അടുത്ത കർമ്മശാസ്ത്രപരമായ പൊതുനിയമം എന്ന് പറയുന്നത് 25-ാമത്തെ ബൈത്താണ് നമ്മളിനി ചൊല്ലാനുള്ളത്. അത് വൽ ഖതഉ വൽ ഇക്റാഹു വന്നിസ്യാനു അസ്ഖതഹു മഅബൂദുന അർറഹ്മാനു. ഇതാണ് ബൈത്ത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ ഒരു വിഷയം. ഈ വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടി ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ് എന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ദർസിൽ അൽ മശഖത്തു തജ്ലിബു തൈസീർ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. പ്രയാസമുണ്ടെങ്കിൽ അവിടെ ദീനൊരു എളുപ്പം കൊണ്ടുവരും, നിയമത്തിലൊരു എളുപ്പം കൊണ്ടുവരും. അപ്പം എന്തൊക്കെ പ്രയാസങ്ങളിലാണ് ദീൻ എളുപ്പം കൊണ്ടുവരിക, എവിടെയൊക്കെയാണ് ദീന് തഖ്ഫീഫ് ചെയ്യുക എന്നാണ് പറയുക, അതിന് ഒരു ലഘൂകരണം കൊടുക്കുക. അവിടെ നമ്മൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അൽ ഖതഉ, അബദ്ധം സംഭവിക്കുക. ഖതഉ എന്ന് പറഞ്ഞാൽ അബദ്ധം സംഭവിക്കുക. അതേപോലെ തന്നെ അൽ ഇക്റാഹു, ഒരാൾ മറ്റൊരാളെ നിർബന്ധിപ്പിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുക. വന്നിസ്യാനു, ഒരാൾ മറന്നുകൊണ്ട്, ശക്തമായ മറവി കൊണ്ട് ഒരാളൊരു കാര്യം ചെയ്യുക, നിസ്യാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അസ്ഖതഹു, അത് ഒഴിവാക്കി കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇല്ലാതാക്കി കൊടുക്കും. മഅബൂദുന, നമ്മുടെ ആരാധ്യൻ, അർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറ്റല്ല. അങ്ങനെ ഒരാൾ മറന്നുകൊണ്ടോ അബദ്ധവശാലോ വേറൊരാൾ നിർബന്ധിപ്പിച്ച് വേറൊരാൾ ചെയ്യിപ്പിച്ചാലോ നമ്മൾക്കതിന് ശിക്ഷ കിട്ടുകയില്ല എന്നാണ് ഈ ഖായിദ പറയുന്നത്. ഇതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖദ് തജാവസ, അല്ലാഹു വിട്ടുകൊടുത്തിട്ടുണ്ട്, അൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്, അൽ ഖതഅ, അബദ്ധം, അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം വരുന്നതും, വന്നിസ്യാന, മറവി സംഭവിക്കുന്നതും, വമസ്തുക്രിഹു അലൈഹി, അവർ വേറൊരാൾ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നതും, അവരെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും. അപ്പം ഈ ഹദീസ് വളരെ വ്യക്തമാണ്. ഇനി അതിലൊന്നും പറയാനില്ല. കാരണം അത്രത്തോളം വ്യക്തമായി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങി, റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അല്ലാഹുവേ നീ ഞങ്ങളെ പിടികൂടരുതേ, ഞങ്ങൾ മറന്നുകൊണ്ടൊരു കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധം പറ്റിയൊരു കാര്യം ചെയ്താലോ പിടികൂടരുതേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഖദ് ഫഅൽതു, അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പുറത്തു തന്നു, അല്ലെങ്കിൽ നിങ്ങളെ പിടികൂടൂല
എന്ന അർത്ഥത്തിൽ വന്ന ഒരു ഹദീസും ഇതിന് തെളിവാണ്. അപ്പോൾ അബദ്ധം വന്നിട്ടൊരു കാര്യം ചെയ്താൽ എന്തുണ്ടാകൂല? അയാൾക്ക് ശിക്ഷ കിട്ടുകയില്ല. ഒരാൾ തെറ്റ് പറ്റിയതാണെങ്കിൽ അയാൾക്ക് കുറ്റമല്ല, തെറ്റ് അബദ്ധം വന്നതാണെങ്കിൽ കുറ്റമല്ല. അപ്പം ഇതിൽ ഒരുപാട് മസാലകളുണ്ട്, എല്ലാം നമ്മൾ പറയുന്നില്ല. പിന്നെ അപ്പം അറിയാതെ പറ്റിപ്പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല, അറിയാതെ ചെയ്തതാണെങ്കിൽ കുറ്റമല്ല. ഇനി ഇപ്പം ഇതിൽ ഇക്റാഹിനെ പറ്റി പറയുന്നുണ്ട്. അബദ്ധത്തിൽ ഇതിൽ കൊടുത്തിട്ടുള്ള മുജ്തഹിദ് ഇല്ലേ, മുജ്തഹിദ് പറഞ്ഞാൽ ദീനിൽ ഒരു ഹുക്കുമ് ഗവേഷണം നടത്തി ആ ഹുക്കുമിനെ പുറത്തു കൊണ്ടുവരലാണ് മുജ്തഹിദിന്റെ ഉത്തരവാദിത്വം. മുജ്തഹിദ് ആകാൻ ഒരുപാട് യോഗ്യതകളുണ്ട്. ദീനിൽ ആരാണ് മുജ്തഹിദ് ആവുക? ഇജ്തിഹാദിന്റെ ബാബ് അടഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്, ഇല്ല ഇപ്പോഴും ഇജ്തിഹാദിന്റെ ബാബുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അതായത് ദീനിൽ ഗവേഷണം നടത്താൻ യോഗ്യത നേടുക. അങ്ങനെ ഒരാൾ ഇജ്തിഹാദ് ചെയ്ത് ഒരു വിധി അദ്ദേഹം കണ്ടെത്തി, അതിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയാൽ കുറ്റമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഇജ്തിഹാദിന്റെ വിഷയമാണ്. അത് നമുക്ക് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല, കാരണം അത് വേറെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ചയാണ്. ഷുറൂത്തുൽ ഇജ്തിഹാദ്, ഷുറൂത്തുൽ മുഫ്തി, ഷുറൂത്തുൽ മുസ്തഫ്തി, അതൊക്കെ ഉസൂൽ ഫിഖിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഉസൂൽ ഫിഖിൽ അവസാനമായി പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. നമ്മൾ ഖവായിദുൽ ഫിഖ്ഹി ആണല്ലോ പഠിക്കുന്നത്. ഉസൂൽ ഫിഖിന്റെ ഭാഗങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇത് ഷാരിഹ് അത് കൊടുത്തിട്ടുണ്ട്, ഷറഹ് ചെയ്ത ആൾ. നമുക്ക് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ പോലെ തന്നെ അബദ്ധം പറ്റിയാൽ എന്തില്ല, കുറ്റല്ല. ഇനി ഇക്റാഹ് വന്നാൽ ഒരാളെ നിർബന്ധിപ്പിച്ച് കാര്യം ചെയ്താൽ പിന്നെ കുറ്റല്ല. അപ്പോൾ ഒരാളെ കൊണ്ട് കുഫറിന്റെ വാക്ക് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചു, കുഫറാണ്, സത്യനിഷേധത്തിന്റെ വാക്കാണ്, നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചു അയാളെ. അപ്പം അയാൾക്ക് എന്തില്ല, കുറ്റം ഉണ്ടാവില്ല. മനസ്സിൽ എന്തുണ്ടാകരുത്, കുഫറുണ്ടാകരുത് എന്ന് ഷർത്തുണ്ട്. ഇപ്പം ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ എന്നുള്ള ആയത്താണ് സൂറത്തുൻ നഹ്ലിലെ ആ ആയത്താണ് അതിന് തെളിവ്. അമ്മാർ ഇബ്നു യാസിറിന്റെ വിഷയത്തിലാണ് അത് ഇറങ്ങിയത്. അപ്പോൾ കുഫറിന്റെ വാക്ക് പോലും നിർബന്ധിപ്പിച്ചാൽ പറയാമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയല്ലേ, നിർബന്ധിപ്പിച്ച ഒരാൾ ചെയ്യിപ്പിച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇബ്നുൽ അറബി പറയുന്നുണ്ട്, ഇബ്നുൽ അറബി അഹ്കാമുൽ ഖുർആൻ രണ്ടാളാണ് ഇബ്നുൽ അറബി പറഞ്ഞു, ലാ സമഹല്ലാഹു തആല ഫിൽ കുഫ്രി ബിഹി വഹുവ അസ്ലു ശരീഅത്തി. അപ്പോൾ അതിലെന്തോ ഒരു ഇബാറത്ത് കൊടുത്തില്ല, ബദമദിന്റെ ലിക്റാഹി വലം യുആഖിദ് ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറിന്റെ വിഷയത്തിൽ വരെ ഒരാൾ നിർബന്ധിപ്പിച്ച് കുഫറിന്റെ വാക്ക് പറയിപ്പിച്ചാൽ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇബാറത്തിൽ എന്തോ ഒരു അബദ്ധം വന്നിട്ടുണ്ട്, എന്താവട്ടെ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഹമലൽ ഉലമാഉ അലൈഹി ഫുറൂഅ ശരിയ, ബാക്കി ഉസൂലു ശരിയാണല്ലോ കുഫർ, അസ്ലു ശരിയാണല്ലോ, അസ്ലു ശരിയാണ് കുഫറിന്റെ വിഷയം. അപ്പൊ അതിൽ പോലെ അള്ളാഹു വിടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഫർ മനസ്സിൽ ഉദ്ദേശിക്കാന്നല്ല കേട്ടോ, ഒരാൾക്ക് പോയിട്ട് മനസ്സിൽ ഇങ്ങനെ സത്യനിഷേധം ഉണ്ടാകുന്നല്ല, ഒരാൾ നിർബന്ധിപ്പിച്ച് ഒരാൾ അത്രത്തോളം കുടുക്കി അല്ലെങ്കിൽ കൊന്നുകളയുന്നൊക്കെ രൂപത്തിൽ ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റല്ല. അപ്പൊ അത് ബാക്കിയുള്ളതിലേക്ക് ഇത് ഖിയാസാക്കാന്ന് ഇബ്നുൽ അറബി പറഞ്ഞു. ഇനി ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പിന്നെ ഇക്റാഹിന് 2 ദറജകൾ പറയുന്നുണ്ട്. ഒന്ന് പിന്നെ ഇക്റാഹുൽ മുൽജി എന്ന് പറയുന്നൊരു ഇക്റാഹുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഒരു നിലക്കും അതിലൊരു നിലക്കുള്ള എന്താ പറയുക അഭിപ്രായമല്ല, അല്ലെങ്കിൽ ഇഖ്തിയാറില്ല, തിരഞ്ഞെടുക്കാൻ ഒരു ചാൻസും ഇല്ല, അയാൾ അങ്ങനെ നിർബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യം ചെയ്തിരുന്നു, ഞാനൊരു സ്ഥലത്ത് കയറൂല, വേങ്ങരക്ക് ഞാൻ പ്രവേശിക്കൂല എന്നൊരാൾ സത്യം ചെയ്തു, പഠിച്ചവൻ്റെ പേര് സത്യം ചെയ്തു, ഞാൻ വേങ്ങര നാട്ടിലേക്ക് കയറുന്നല്ല. അപ്പോൾ ഒരാൾ അയാളെ കെട്ടി പിടിച്ചു കൊണ്ടുവന്ന് വാനിലിട്ട് അയാളെ എങ്ങോട്ട് പ്രവേശിപ്പിച്ചു, വേങ്ങര കയറ്റി. അയാൾക്ക് ഒരു നിലക്കും അവിടെ നിന്ന് ഒഴിയാൻ പറ്റില്ല, അങ്ങനെ ആ രൂപത്തിൽ വേങ്ങരക്കാണ് കയറ്റി. അപ്പോൾ അയാൾ സത്യം പൊളിഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞത് അത് കുഴപ്പമില്ല, അയാൾക്ക് അതിലൊരു ഇഖ്തിയാറില്ലല്ലോ, അയാളെ കൊണ്ടുവന്നതല്ല, അല്ലെങ്കിൽ അയാളെ നിർബന്ധിപ്പിച്ച് ചെയ്തതാണ്, അതുകൊണ്ട് അയാൾ അതിന് ഈ ഖസമ് തെറ്റിച്ചാലുള്ള പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. അതേപോലെ ഒരു സ്ത്രീയുമായിട്ട് വേഴ്ച നടത്തി അവരെ നിർബന്ധിപ്പിച്ച് ആ സ്ത്രീക്കൊരു ഖിയാറില്ലാത്ത രൂപത്തിൽ ആ സ്ത്രീ കീയൊതുങ്ങിയാണെങ്കിൽ ആ സ്ത്രീക്ക് പ്രശ്നമില്ല, കുറ്റുണ്ടാകൂല എന്നർത്ഥത്തിൽ. അപ്പം ഇതിനൊന്നും ഇസ്മുണ്ടാവുകയില്ല. പിന്നെ ഇക്റാഹു നാഖിസ് ഉണ്ട്, ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്, അതാണ് രണ്ടാമത്തേന് ഇക്റാഹു നാഖിസുൻ.
അതിൽ കുറവുണ്ട്. കാരണം ഭീഷണിപ്പെടുത്തുകയാണ് ഒരാൾ, നമ്മളെ പിന്നെ അടിക്കും, കൊല്ലും, അങ്ങനെ ചെയ്യുന്ന ഉറപ്പുണ്ട്, നമ്മളെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരവസ്ഥയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കായിക ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് നിർബന്ധിപ്പിക്കപ്പെട്ട ആൾക്ക് ഉദർ കിട്ടുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പറയണത് വെച്ചാൽ ദീൻ അത്രത്തോളം സമ്പൂർണ്ണമാണ്. എല്ലാ വിഷയങ്ങളും, മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിസ്യാൻ, മറന്നുകൊണ്ട് ഒരാളൊരു കാര്യം ചെയ്താലും ഹുക്കുമില്ല. മറന്നുകൊണ്ട് ഒരാൾ കാര്യം ചെയ്താലും പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ദീൻ അയാൾക്ക് വിടുതൽ കൊടുത്തിട്ടുണ്ട്. അസ്ഖത്തഹു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരാൾ ഉളു എടുക്കുമ്പോൾ ബിസ്മി എല്ലാം മറന്നു. ഇപ്പോൾ ഉജു പറയുന്നവരുണ്ടല്ലോ, ബിസ്മിൽ വാജിബാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ബിസ്മി എല്ലാം മറന്നാൽ കുഴപ്പമില്ല. ഫലാ ഷൈഅ അലൈഹി. നമുക്ക് മനസ്സിലാണ് ഒരാൾ നോമ്പിലുണ്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു മറന്നുകൊണ്ട്, അത് ഹദീസ് തന്നെ വ്യക്തമാണല്ലോ. നോമ്പുണ്ടായിരിക്കെ നമ്മൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, അപ്പം എന്താണ്, അയാൾ നോമ്പ് മുറിയില്ലല്ലോ. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മസാല കൊടുക്കുന്നുണ്ട്, പഠിക്കേണ്ട ഒരു വിഷയമാണ്, എന്തായാലും പറയാം. ഒരാൾ അറവ് മൃഗത്തിന് ബിസ്മി എല്ലാം മറന്നാണ്, സാധാരണ ചൊല്ലുന്ന ഒരാളാണ്, മറന്നുപോയി അറവ് മൃഗത്തിന്. അപ്പോൾ ഫക്സറുൽ ഉലമായ, അധികം പണ്ഡിതന്മാരും പറഞ്ഞത് ആ അറവ് മൃഗത്തെ കഴിക്കാന്നാണ്. അയാൾ സാധാരണ ചൊല്ലുന്നതാണ്, ഒന്ന് മറന്നുപോയതാണ്. പിന്നെ തൊബരി എന്നവർ ഈ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഷാദായ അഭിപ്രായമാണെന്ന് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇനി അതിൻ്റെ അടുത്തതും ഇതന്നെയാണ്, ഈ അടുത്തൊരു 26ാമത്തെ ബൈത്തും ഇതന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ മറന്നുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വിടുതൽ തരിക. ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ എന്താണെന്നുള്ളതാണ് അടുത്ത ബൈത്ത് പറയുന്നത്. ലാകിൻ മഅൽ ഇത്ലാഫി യസ്ബൂതുൽ ബദൽ വയൻതഫി തഅസീമു അൻഹു വസ്സലൽ. ലാക്കിൻ പക്ഷേ, മഅൽ ഇത്ലാഫി, ഒരാൾ ഒരു മറ്റൊന്ന് നശിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഇത്ലാഫ്. അപ്പൊ നശിപ്പിക്കുന്നതിനോടുകൂടി യസ്ബുത്തുൽ ബദൽ, പകരം കൊടുക്കൽ സ്ഥിരപ്പെടും. വയൻതഫി തഅസീമു, അവനെ സംബന്ധിച്ചിടത്തോളം അവനില്ലാതാകും. പിന്നെ പാപവും അതേപോലെ തന്നെ ജലലും, കുറ്റമൊന്നും ഇല്ലാതാകും. അവനെ സംബന്ധിച്ചിടത്തോളം കുറ്റമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറ്റമില്ല, ശിക്ഷയില്ല, പക്ഷെ അവന് പകരം കൊടുക്കണം. ഇപ്പോൾ ഒരാൾ മറന്നുകൊണ്ട് വേറൊരാളെ അടിച്ചു, മറന്നടിച്ചതാണ്, അല്ലെങ്കിൽ അബദ്ധം പറ്റി അടിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഇതിന് പകരം കൊടുക്കണം. അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്ത് നശിപ്പിച്ചു, ഒരാൾ കാർ എടുത്തു പോയിട്ട് അറിയാതെ പറ്റിയതാണ്, അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരും വേറൊരാളെ മതിൽ പൊളിക്കൂലല്ലോ. അപ്പം അറിയാതെ വേറൊരാളെ മതിൽ പൊളിച്ചാൽ ആ മതിൽ എന്ത് ചെയ്യണം, കെട്ടിക്കൊടുക്കണം എന്ന്. അതാണ് നമുക്ക് മനസ്സിലാവേണ്ട ധാരണ. ഒരാൾ കാർ എടുത്തു, ഇയാൾ അബദ്ധവശാൽ കാറ് തിരിച്ചപ്പോൾ വേറൊരാളുടെ മതിൽ പൊളിഞ്ഞുപോയി. മതിൽ പൊളിഞ്ഞാൽ ഇയാൾക്ക് അബദ്ധം വന്നതുകൊണ്ട് തന്നെ, അയാൾ മനഃപൂർവ്വം ചെയ്യാത്തതുകൊണ്ട് തന്നെ പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്ന് കുറ്റം ഉണ്ടാവില്ല, പക്ഷെ ആ മതിൽ കെട്ടിക്കൊടുക്കണം. അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടായതുകൊണ്ട് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പിന്നെ ഇനി ഒരാളെ കൊന്നു വിചാരിക്കാം, മറന്നുകാണ്ട് അബദ്ധം പറ്റി കൊല്ലുമല്ലോ, അബദ്ധം പറ്റി കൊല്ലും. ഒരാൾ കാറുകൊണ്ട് പോയിട്ട് വേറെ ആളെ അറിയാതെ അടിച്ചതാണ്, അബദ്ധം പറ്റി അടിച്ചതാണ്. സാധാ ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ചു, പക്ഷെ അബദ്ധം പറ്റി അടിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരാളെ കൊന്നതിൻ്റെ കുറ്റമല്ല കിട്ടുക, പക്ഷേ മറിച്ച് അവിടെ ഇയാൾക്ക് ദിയത്ത് കൊടുക്കുക എന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരും. അയാൾ ദുനിയാവിൽ അതിനുള്ള ഹുക്മകളൊക്കെ വരും. പിന്നെ ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ നിസ്യാൻ്റെ ഉദാഹരണത്തിന്, ഒരാൾ നിസ്കരിക്കാൻ മറന്നുപോയാൽ ഉടനെ ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇനി ഒരാൾ മറന്നുങ്ങാണ്ട് വേറൊരാളെ ഭക്ഷണം എടുത്ത് കഴിച്ചു, സംബന്ധിച്ച് വേറൊരാളെ ഭക്ഷണമാണല്ലോ, എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പകരം കൊടുക്കണം. ഒരാൾ മറന്ന് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി നിസ്കാരത്തെ തൊട്ട്, അയാൾ കുറ്റമല്ല, പക്ഷെ അയാൾ എപ്പോഴാണോ എണീക്കുന്നത്, എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നിസ്കരിക്കണം. മൻ നസിയ സ്വലാത്തൻ ഔ നാമ അൻഹ ഫകഫാറതുഹാ യുസല്ലിഹ ഇദാ ദക്കറഹ. ഇതൊക്കെ ഹദീസിൽ വളരെ വ്യക്തമാണ്. ഒരാൾ ഉറങ്ങി അല്ലെങ്കിൽ നിസ്കാരം മറന്നുപോയി, പെട്ടെന്ന് ഓർക്കാത്തൊരവസ്ഥ വന്നുപോയി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എപ്പോഴാണോ ഓർമ്മ വന്നത്, എപ്പോഴാണോ അത് വന്നത്, അപ്പം നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കഫാറത്ത്, അതിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി
വേറെ ഇത്ലാഫ് ഇക്രാഹ് ഉണ്ടല്ലോ, നിർബന്ധിപ്പിച്ച് ഒരാളെ നമ്മൾ നിർബന്ധിപ്പിച്ച് ഈ ആളെ അടിക്കണം, അയാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഹുക്കം? അതാണ് ലാസ്റ്റ് ചർച്ച ചെയ്യാനുള്ളത്, ഇന്നത്തെ അവസാനത്തെ ചർച്ച. ഇക്രാഹ്, ഒരാൾ മറവിന്റെ കാര്യം അബദ്ധത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അബദ്ധം പറ്റിയാൽ, മറവി പറ്റിയാൽ പഠിച്ചവന്റെ അടുത്ത് കുറ്റല്ല, പക്ഷെ വേറൊരാളുടെ ഹക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ ഒരാൾ നമ്മളെ നിർബന്ധിപ്പിച്ച് വേറൊരാളെ ഉപദ്രവിപ്പിച്ചാൽ എന്താ ചെയ്യുക? അപ്പം അതിന് 3 അവസ്ഥയുള്ളത് നോക്കുക, അല്ലെങ്കിൽ 2 അവസ്ഥയാണുള്ളത്. പിന്നെ ഒന്ന്, അതായത് ഇക്രാഹിന്റെ അവസ്ഥയിൽ വേറൊരാളുടെ ഹക്കുമായി ബന്ധപ്പെട്ട് നാശം വന്നു, നമ്മൾ ഒരാൾ നിർബന്ധിപ്പിച്ചാൽ. അപ്പൊ അതിൽ 2 രൂപം വരും. ഒന്ന് ഇത്ലാഫുൻ നഫ്സ്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ നമ്മളോട് പറയാണ്, സെയ്ദിനെ നീ കൊന്നില്ലെങ്കിൽ അന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞ, ഇയാളെ കൊന്നില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലും. അപ്പൊ എന്താ ചെയ്യുക? അയാൾ കൊല്ലണോ എന്നുള്ളതാണ് ചർച്ച. അപ്പൊ ആരെയാണ് കൊല്ലപ്പെടാൻ? എന്തായാലും ഖാത്തിലിനെ കൊല്ലണമല്ലോ, കൊന്ന ആളെ കൊല്ലണം. പിന്നെ എന്നെ നിർബന്ധിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെയല്ല, എന്നെ ഒരാൾ നിർബന്ധിപ്പിച്ചു, ഈ കൂട്ടത്തിലുള്ള ഒരാളെ ഞാൻ കൊല്ലണം, ഇല്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. നിർബന്ധിപ്പിക്കുകയാണ്, എൻ്റെ ജീവൻ നഷ്ടപ്പെടുമല്ലോ. നമ്മൾ പറഞ്ഞ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുക്രഹായി കഴിഞ്ഞാൽ പിന്നെ കുറ്റമല്ല. ശരിക്ക് പിന്നെ നിർബന്ധിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചാലും ഒരാളുടെ നഫ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഞാനും കൊല്ലപ്പെടണം, എന്നെ നിർബന്ധിപ്പിച്ച ആളും കൊല്ലപ്പെടണം എന്നാണ് ദീന്റെ വിധി ഉണ്ടാവുക. ഞാനും കൊല്ലപ്പെടണം, എന്നെ നിർബന്ധിപ്പിച്ച ആളും കൊല്ലപ്പെടണം. കാരണം ഞാൻ ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ. കാരണം എൻ്റെ ജീവനും അവൻ്റെ ജീവനും തമ്മിൽ വലിയ പ്രത്യേകമൊന്നുമില്ല. ഞാനിങ്ങനെ അറബി കോളേജിലൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ ജീവനാണ് കുറച്ചും കൂടി വില ഉള്ളത്, ഓൻ്റെ ജീവൻ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാൻ. പഠിച്ചവൻ്റെ അടുത്ത് 2 ജീവനും ഒരേപോലെ തന്നെയാണ്, ജീവനാണ്, ഹയാത്താണ്. അതുകൊണ്ട് ഓനെ കൊന്നതിൻ്റെ പേരിൽ എന്നെ നിർബന്ധിപ്പിച്ചതിൻ്റെ പേരിൽ നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും എന്നെ നിർബന്ധിപ്പിച്ച ആ മനുഷ്യനെയും കൊല്ലാൻ വിധിക്കും. ഇനി ഇത്ലാഫുൽ മാലാണെങ്കിൽ, പണമാണെങ്കിൽ, നഫ്സിന്റെ വിഷയം നമ്മൾ പറഞ്ഞു. പണമാണെങ്കിലോ, നീ ഇന്ന ആളുടെ പണം പോയി നശിപ്പിക്കണം, അയാളുടെ വീട് തകർക്കണം, അയാളുടെ പണം നശിപ്പിക്കണം, അയാളുടെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കണം, അയാളെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു? അയാളുടെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് പൈസ കൊടുക്കേണ്ടത്? എന്നെ നിർബന്ധിപ്പിച്ച ആള് എന്ത് ചെയ്താൽ മതി? ഞാൻ പൈസ കൊടുക്കണം. എന്നെ നിർബന്ധിപ്പിച്ച ആളുണ്ടല്ലോ, അയാൾക്കാണ് കുറ്റം ഉണ്ടാവുക, അയാൾക്കാണ് പിന്നെ അതുണ്ടാവുക. കാരണം ഞാൻ അപ്പം മുക്കറഹാണ്. നഫ്സിന്റെ വിഷയത്തിൽ അതില്ല, മാലിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. 2 തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഇനി ഒരാള് വേറൊരാളുടെ വിഷയമൊന്നല്ല, എന്റെ വിഷയത്തിൽ തന്നെ നിർബന്ധിപ്പിക്കണം, ഇത് നിസ്കരിക്കരുത് അല്ലെങ്കിൽ എന്നെ കൊല്ലുന്ന പറഞ്ഞു. നിസ്കരിച്ച അപ്പ കൊല്ലുന്ന പറഞ്ഞു. അപ്പൊ ഇയാളിനെ നിർബന്ധിപ്പിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ മുക്കറഹായി, അയാൾ മുക്രിഹായി. ആ സന്ദർഭത്തിൽ കുറ്റമല്ല, പക്ഷെ എപ്പോഴാണോ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്ന അപ്പം ഞാൻ എടുത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് അതിന്റെ വിധി. ഇതൊന്നും കൂടി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അൽ ഖതഉ വൽ ഇക്റാഹു വൻ നിസ്യാനു والخطأ والإكراه والنسيان أسقطه معبودنا الرحمن لكن مع الإتلاف يثبت البدل وينتفي التأثيم عنه والزلل. നമുക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തലായി, ഒന്നും കൂടി പിന്നെ ഓർക്കാനായി, അതുകൊണ്ടാണ് ഇതൊന്നുകൂടി പറഞ്ഞത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഖവായിദുൽ ഫിഖ്ഹാണ്, നമ്മൾ എടുക്കുന്നില്ല, അതിന് അടുത്ത ആഴ്ച ഒരുങ്ങി വരാം. നല്ല മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ സ്ക്രീനിൽ കാണാം, അതാണ് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാനുള്ളത്. ഈ ഖായിദയാണ് നമ്മൾ അടുത്ത ആഴ്ച മനസ്സിലാക്കാനുള്ളത്. ഏത്? പിന്നെ യസ്ബുത്ത് തബാൻ മാല യസ്ബുത്ത് ഇസ്തിഖ്ലാൽ. അത് വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. കഴിയാണെങ്കിൽ ദർസുറ്റാൽ നോട്ട് എടുത്ത് തന്നെ ഇരിക്കുക. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സാലിഹായ അമലായി റബ്ബ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അപാകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അറിവിന്റെ ആളുകളായി, ഇൽമിന്റെ ആളുകളായി, അറിവുള്ളവരായി, അറിവിനെ സ്നേഹിക്കുന്നവരായി, അറിവ് പഠിക്കുന്നവരായി, പഠിപ്പിക്കുന്നവരായി അള്ളാഹു എന്നെയും നിങ്ങളെയും ആക്കി തീർക്കട്ടെ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. റബ്ബനാ
لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا النار مصيرنا ولا إلى النار مصيرنا لا تجعل فتنتنا في ديننا يا رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.